നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രവും പേറി നിൽക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലുള്ള മാലക്കുളത്തിന് മുന്നിലാണ് നമ്മൾ ഇന്നുള്ളത്. 2 ഏക്കറിലധികം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ കുളം ഒരു കാലത്ത് നാടിന്റെ ഐശ്വര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ കുളത്തിന്റെ ശോചനീയാവസ്ഥ ഭരണാധികാരികളുടെയും സംവിധാനങ്ങളുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഈ കുളത്തിന്റെ ദയനീയാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. രാജഭരണകാലത്ത് അതീവ മനോഹരമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ മാലക്കുളം. കല്ലുകൾ കൃത്യമായി അടുക്കി സംരക്ഷിച്ചിരുന്ന ഇതിന്റെ പല വശങ്ങളും ഇന്ന് തകർന്നു വീണിരിക്കുകയാണ്. നിലവിൽ 100 കണക്കിന് പ്രദേശവാസികൾക്കാണ് ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കുടിവെള്ളമായി എത്തിക്കുന്നത്. എന്നാൽ കുടിവെള്ള സ്രോതസ്സിന്റെ സംരക്ഷണത്തിൽ അധികൃതർ കാട്ടുന്ന അനാസ്ഥ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ തവണ കുളം നവീകരിക്കുന്നു എന്ന പേരിൽ കോരിയെടുത്ത ചളിയും മണ്ണും കുളത്തിന്റെ അരികിൽ തന്നെ ആകൃതിയില്ലാതെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കുളത്തിന്റെ സ്വാഭാവിക ഭംഗി നശിപ്പിക്കുക മാത്രമല്ല, മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് തിരികെ കുളത്തിലേക്ക് തന്നെ ഒലിച്ചിറങ്ങുന്ന അവസ്ഥയിലുമാണ്. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചും ജനാധിപത്യത്തിലെ ജനകീയ വികസനത്തെക്കുറിച്ചും വായ്ത്തോരാതെ സംസാരിക്കുമ്പോഴാണ് രാജഭരണകാലത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഈ ചരിത്ര സ്മാരകം ജനാധിപത്യ കാലഘട്ടത്തിൽ നശിച്ചുപോകുന്നത്. കേവലം ഒരു ജലസ്രോതസ് എന്നതിലുപരി ഈ കുളത്തെ ഒരു കുറുമല ഗ്രാമത്തിന്റെ ലാൻഡ്മാർക്കാക്കി മാറ്റാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമായി മാത്രമേ കാണാൻ കഴിയൂ. കുളത്തിലെ പായൽ നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തികൾ ബലപ്പെടുത്തണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. കുളത്തിന് ചുറ്റും കൈവരികളോടുകൂടിയ നടപ്പാതയും ആരോഗ്യ സംരക്ഷണത്തിനായി ഓപ്പൺ ജിമ്മും സ്ഥാപിച്ചാൽ ഈ പ്രദേശം ഒരു മിനി പാർക്കായി മാറും. അങ്കോര ചെടികൾ വെച്ചുപിടിപ്പിച്ച് ചാരുബെഞ്ചുകൾ കൂടി ഒരുക്കിയാൽ പ്രദേശവാസികൾക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാനുള്ള മനോഹരമായ ഇടമായി മാലക്കുളം മാറും. കൂടാതെ കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന ഓവുകളിലെ ഷട്ടറുകൾ പുനഃസ്ഥാപിച്ചാൽ കാർഷിക മേഖലയ്ക്കും ഇത് വലിയ ആശ്വാസമാകും. പുതിയ തലമുറയ്ക്ക് സുരക്ഷിതമായി നീന്തൽ പഠിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കാവുന്നതാണ്. നാട്ടുകാരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. കോടിക്കണക്കിന് രൂപ പല പദ്ധതികൾക്കുമായി ചെലവഴിക്കുമ്പോഴും ഈ നാടിന്റെ ദാഹം തീർക്കുന്ന മാലക്കുളം എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു? ഈ വിഷയത്തിൽ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് പൗലോസ് എൻസി, നെയ്യൻ വീട്, കുറുമല. ഇവിടെ മാലക്കുളത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഈ കുട്ടിക്കാലത്ത് ഈ കുളം ഈ പ്രദേശത്ത് വലിയ അനുഗ്രഹമായിരുന്നു. ഈ ഭാഗത്ത് എല്ലാവർക്കും വെള്ളത്തിനുള്ള സൗകര്യവും കുളിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള നല്ലൊരു മനോഹരമായ കുളമായിരുന്നു. 4 പുറവും കല്ലുകൊണ്ടൊക്കെ കെട്ടി നല്ല വിശാലമായൊരു കുളമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കുളത്തിൽ ശ്രദ്ധയില്ലാതെ വന്നു. വളരെ മോശമായ രീതിയിൽ 4 പുറം കെട്ടിയ കല്ലെല്ലാം പൊളിഞ്ഞു. അതുപോലെ തന്നെ പുറമേയുള്ള മണ്ണ് കൊണ്ടുവന്ന് ഈ സൈഡിലിട്ട് റോഡ് കൂടെ നടക്കാൻ ബുദ്ധിമുട്ടായി, മറ്റ് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ ഇതൊന്നും നല്ല രീതിയിൽ 4 പുറം കരിങ്കല്ലുകൊണ്ട് കെട്ടി സംരക്ഷിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് അതൊരു പ്രയോജനമായിരിക്കും. അതുപോലെ തന്നെ ഇതിലൊരു നടപ്പാത ഇടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഒന്ന് കളിക്കാനോ ചെറിയ ചെറിയ വിശ്രമിക്കാനും അതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടാവും. പിന്നെ ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം ഈ പ്രദേശത്ത് മുഴുവൻ ഇപ്പോൾ പാമ്പാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ഈ റോഡിൽ കൂടെ പോകുന്നവർ പലരും വണ്ടിയിൽ വിളിച്ചു പറയും ഇങ്ങനെ പാമ്പ് പോകുന്നു, മലമ്പാമ്പ്, പന്നി. അപ്പോൾ അങ്ങനെ വളരെ മോശമായ കണ്ടീഷനിലാണ് ഇപ്പോൾ കുളം. അതുകൊണ്ട് ഈ ഭാഗം കൂടി ഒന്ന് വൃത്തിയായി കെട്ടി നല്ല ഭംഗിയായി തരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന് വലിയൊരു അനുഗ്രഹമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഓപ്പൺ ജിം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രയോജനമായിരിക്കും ഇവിടെയുള്ള ആളുകൾക്ക്. വൈകുന്നേരം രാവിലെയൊക്കെ വന്ന് അവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ 1-2 ചാരു ബെഞ്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇരിക്കാനും, പിന്നെ മനോഹരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ അതൊരു ഭംഗിയാവും. മറ്റ് ഈ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിലുള്ള കുളങ്ങളിലെല്ലാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയും കൂടിയും ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിരിക്കും. അതിന് വേണ്ട ഫണ്ടുകൾ MP ഫണ്ടെന്നോ MLA ഫണ്ടോ അങ്ങനെയുള്ള ഫണ്ടുകളിൽ നിന്ന് പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഈ ജലനിധി വീണ്ടെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കുറുമലയുടെ പ്രതാപം മാലക്കുളത്തിന്റെ നവീകരണത്തിലൂടെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ.
ഇനി ഈ കുളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഇവിടുത്തെ ഭരണാധികാരികളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഇത് കാതു കൂർപ്പിച്ച് കേൾക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. ചേട്ടാ, ഇതൊന്ന് മാറ്റം വരുത്താം എന്ന് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് ഇവിടെ വേണ്ടത്? ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ആവശ്യം എന്താണ്? ഇത് 4 പുറം കെട്ടിയിട്ട് നടക്കാനുള്ള സൗകര്യം, ഈ സൈഡിൽ കൂടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച് കെട്ട്, അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കണം. അതായത് പല വാർഡുകളിലും പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ നല്ലതാണ്. ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ? ഈ നാട്ടിലുള്ള എല്ലാവരും വന്ന് കുളിക്കണ കുളമാണിത്. ഇതിൽ ഈ മീൻ വളർത്തുന്ന കാരണം കൊണ്ടാണ് ജനങ്ങൾ വരാതായി. മീൻ വളർത്തുന്നുണ്ട് ഇവിടെ, ഇതിൽ വളർത്തിയായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ കുളിക്കാതെ. അത് ഈ മീൻ വളർത്തുന്നത് സ്വകാര്യ വ്യക്തികളാണോ അതോ അത് പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ടാണല്ലോ മീൻ കുട്ടികളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്? എന്നിട്ട് ഇത് ആരെങ്കിലും പിടിക്കുന്നുണ്ടോ ഈ മീനുകള്? മീനുകൾ അവരെന്നെ പിടിക്കും, വ്യവസായിക പിടിച്ചോണ്ട് പോകും. ഇതിലൊരു മാറ്റം വരുത്തണം എന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ എന്ത് മാറ്റാണ് വരുത്തേണ്ടത്? മാറ്റം വരുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം ഒന്ന് നന്നാക്കി വരിക, സൈഡ് പടവുകളൊക്കെ കെട്ടി സ്റ്റെപ്പുകളൊക്കെ ആക്കി ഒന്നാക്കി കടവ് പോലെ ആക്കിയിട്ട് ഒന്ന് നന്നായാൽ വളരെ ഈ ചണ്ടിയൊക്കെ മാറ്റണം. ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്ത് മാറ്റങ്ങളാണ് വേണ്ടത്? നിങ്ങൾ പറഞ്ഞ എനിക്കുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഈ പരിസരം, കുളത്തിൻ്റെ പരിസരം വൃത്തിയാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന ഒരു രൂപത്തിൽ ആക്കി തീർക്കണം. അതിനുള്ളൊരു വഴി എന്താണ് ചെയ്യാം. ചേട്ടന്റെ അഭിപ്രായം? അതേ അഭിപ്രായമുള്ളൂ, നല്ല അഭിപ്രായമാണല്ലോ. സമയത്തൊക്കെ 10-50 ആൾക്കാർ കുളിക്കാണ്ടാവും ഈ സമയത്തൊക്കെ അല്ലേ? ഇപ്പൊ ഈ ചണ്ടിയും ഇതൊക്കെ വന്ന കാരണം കൊണ്ട് ആരും ഇറങ്ങാതായി. വെള്ളം ചോർത്തലാണ് കൂടുതൽ, അതുകൊണ്ടാണ് ആരും കുളിക്കാൻ ഇറങ്ങാത്തത്. നൂറ്റാണ്ടുകൾ നിലനിന്ന ഈ മാലക്കുളം ഇനി എത്ര കാലം ഇങ്ങനെ അവഗണിക്കപ്പെടും? അധികൃതരുടെ അനാസ്ഥയ്ക്ക് ഈ ചരിത്ര സ്മാരകവും ജലസ്രോതസ്സും ഇരയാകാൻ നാട്ടുകാർ സമ്മതിക്കില്ല. വരും തലമുറയ്ക്കായി ഈ ജലസമൃദ്ധി കാത്തുസൂക്ഷിക്കാൻ ഇനിയെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ക്യാമറമാൻ വിബിക്സിനും സുമേഷ് അരയംപറമ്പിലിനോടുമൊപ്പം ധന്യ മണികണ്ഠൻ.